അപ്പോൾ വീണ്ടും നമസ്കാരം. ഇന്ന് എൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ പോകുന്നത് നിങ്ങളാരും കാണാത്ത ഒരു അപൂർവ സാധനം തേടി പോകുന്നതാണ്. ഇതാ ദേ കാണുന്ന മല കണ്ടോ, അതിന് പടിക്കകമെന്നാണ് പറഞ്ഞത്. ആ മലയുടെ സൈഡിൽ അപ്പോൾ അവിടെ ആൾതാമസമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയൊക്കെ വളരെ ദുർഘടമാണ്. അപ്പോൾ ആ മലയുടെ സൈഡിലാണ് ഈ സാധനം ഉള്ളത്. ഒരു പറമ്പിലൊരു സാധനം കിടപ്പുണ്ട്. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടില്ല, ആ കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് എന്ത് സാധനമാണെന്ന് ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാം. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി. സുനിലെ പോലെ നമുക്ക് മലനിരകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ശരി. അപ്പോൾ നമ്മൾ ഇതാ ആ കാണുന്ന താഴ്വര എന്നതാണ് നമ്മൾ ഇവിടം വരെ വന്നു. ഏകദേശം ഒരു പകുതി വഴി എത്തി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കുള്ള യാത്ര ഇച്ചിരി ദുരിതമാണ്. അപ്പോൾ ആ വഴിയൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ സ്ഥലം ദേ ആ കാണുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അങ്ങ് പോകാം. അപ്പോൾ നമ്മൾ അങ്ങനെ ആ മലയിൽ നിന്ന് കയറി ഇങ്ങേ മലയിൽ വന്നു. ഇനി ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് നടന്നു പോകണം. നമുക്ക് ഉണ്ട് ഈ വഴിക്ക് അങ്ങോട്ട് നടന്നു പോകണം. വണ്ടിയൊന്നും കയറി പോവില്ലേ. ഇനി ഇവിടുന്ന് ഏകദേശം ദൂരം ഉണ്ട് സുനില്ലേ? ഇവിടുന്ന് തന്നെ ഒരു 1.5 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇപ്പം നമ്മളൊരു 5 കിലോമീറ്റർ കയറി വന്നു. ഇനി 1.5 കിലോമീറ്റർ കൂടെ അങ്ങ് പോയാൽ സ്ഥലത്ത് നടപ്പാതയാണ്, കാനന പാതയാണ്. അപ്പോൾ ഇനി കാനന പാതയിലേക്കുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം, എന്നിട്ട് പോകാം. ഈ കാനന പാതയൊക്കെ ഇങ്ങനെ നടന്നങ്ങനെ പോകുമ്പോൾ നമ്മളെ പഴയകാല ചിന്തകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഒരു വലിയ മരമായി കാണുന്നത്. ഇതൊരു പാലവൃക്ഷമാണ്. ഈ വഴിക്ക് പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ നടന്നപ്പോൾ ഒരുപാട് ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ നമ്മുടെ കാരണന്മാർക്കുണ്ടായിട്ടുണ്ടാവും. പാലയിൽ യക്ഷിയുണ്ട്. ആ യക്ഷിയുടെ വരവൊക്കെ ചിലപ്പോൾ ഇതിലേ ആയിരിക്കും. അന്നത്തെ കാലമല്ലേ, ഇന്നത്തെ പോലെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് പോകാം, കാരണം യക്ഷിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്ന് ആ കാണുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് ഇവിടെ എത്തി. പടിക്കകം എന്ന ഈ സ്ഥലത്തിൻ്റെ പേരുണ്ട്, പടിക്കകം. കോട്ടപ്പാറയിൽ നിന്ന് കിഴക്കോട്ട് ഒരു 2 കിലോമീറ്റർ അങ്ങ് കാലിനിട്ട് നടന്നു കഴിഞ്ഞാൽ പടിക്കകത്ത് വരാം. അപ്പോൾ പടിക്കകത്തിൻ്റെ ഈ മലയുടെ ടോപ്പിലാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 1/4 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് പോകണം. അപ്പോൾ അങ്ങോട്ട് പോകാം. നമ്മൾ കൂട്ടുകാരൻ അങ്ങ് ദേ പോയി നിൽക്കുന്ന ഇവിടെ തപ്പുന്നുണ്ട് എന്തോ. അവിടുന്ന് നമുക്ക് അങ്ങ് നടന്നു പോകണം. കാട്ടുവഴിയാണ്, പണ്ടത്തെ വഴിയാണേ. പണ്ട് പാറയൊക്കെ പൊട്ടിച്ച്, പണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഒരു വഴി ഉണ്ടാക്കിയതാണ്. പാറയൊക്കെ മരുന്നിട്ടൊക്കെ പൊട്ടിച്ചില്ല വഴി. ഇതൊക്കെ ഓരോരുത്തർ കൈവശിരിക്കുന്ന സ്ഥലങ്ങളാണേ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്ര തുടരാം. അങ്ങനെ സ്ഥലത്തെത്തി ഗൈസ്. സാധനം കണ്ടു. ഇതാ ഈ കിടക്കുന്നുണ്ടോ, ഇതാണ് അതിൻ്റെ വള്ളി. അതിൻ്റെ ഇലയും ഇങ്ങനെ ഇരിക്കും. ഇതിന് നമ്മുടെ നാടൻ ഭാഷയിൽ പാറക്കിഴങ്ങെന്ന് പറയും, അല്ലെങ്കിൽ പാറഞ്ഞി എന്ന് ചില കാരണന്മാർ പറയും. ചിലർ പാറക്കിഴങ്ങ് എന്ന് പറയും. എന്താണെങ്കിലും പാറയുള്ളിടത്ത് ഈ സാധനമുള്ളൂ. കാരണം ഇത് മണ്ണുള്ളിടത്ത് ഉണ്ടായി കഴിഞ്ഞാൽ മുള്ളം പന്നി, കാട്ടുപന്നി, അവന്മാരെവിടെ ഉണ്ടെങ്കിൽ ഈ സാധനം അന്വേഷിച്ച് വന്ന് കണ്ടുപിടിച്ച് ഈ സാധനം എടുത്തോണ്ട് പോകും. അത്ര വിശേഷപ്പെട്ട കിഴങ്ങാണിത്. ഇതിൻ്റെ വള്ളി കാണുന്ന പോലെയല്ല, ആ വള്ളിയുടെ അടിയിൽ മുഴുത്ത കിഴങ്ങാണ് ഇരിക്കുന്നത്. വള്ളി വളരെ ചെറുതായിരിക്കും. അതിവിശിഷ്ടമായ ഒരു ഔഷധ ഗുണമുള്ള കിഴങ്ങാണിത്. ചേട്ടാ, ഈ പാറക്കിഴങ്ങ് എങ്ങനെയാണ് കഴിക്കേണ്ടത്? അതെങ്ങനെയാണ് കഴിക്കുന്നത് പറഞ്ഞു. പാറക്കിഴങ്ങ് നമ്മൾ ഈ പാറയിലാണ് ഈ സാധനം ഉണ്ടാകുന്നത്. അത് നമ്മൾ കമ്പൗണ്ട് പോയിട്ട് നമ്മൾ മാന്തി എടുത്ത് കൊണ്ടുവന്നിട്ട് പുറം തൊലി, അത് രോമം, അത് മൊത്തം വടിച്ചളയാൽ നമ്മൾ ഈ നേരത്തെ മുറിക്കുക, പീസാക്കി മുറിക്കുക, വെള്ളം ഒഴിച്ച് അടുത്ത് വേവിക്കണം. ഉപ്പിട്ട് അതിൽ വെള്ളം കുടിച്ചാൽ നമുക്ക് ഒരു രോഗം മാറിക്കിട്ടും. പൊട്ടി ചൊറി ഇങ്ങനെയൊക്കെ സാധനങ്ങൾ. അപ്പോൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഈ കരപ്പനൊക്കെ ഉണ്ടാവുന്നതിന് നേരത്തെ കരപ്പനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്നേരം ഇതിൻ്റെ വെള്ളം ഊറ്റി കൊടുത്താൽ മതി. തിന്നാൻ കഴിക്കല്ലേ? ശരി. നല്ല രുചിയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച സാധനം കണ്ടെത്തി. ഒരുപാടുണ്ടായിരുന്നു ഇതിലേക്ക്. പക്ഷേ ഈ കാട്ടുപന്നി, മുള്ളൻ, പിന്നെ ഇതറിയാവുന്നവരൊക്കെ കൊണ്ടുപോയി. ന്യായം കായുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ കണ്ണിൽ പെടാതെ വീട്ടിൽ അങ്ങാടിപ്പെട്ടിക്കാരൻ വന്ന് കൊണ്ടുപോയതാ അല്ലേ? കൊണ്ടുപോയത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവിടെ.
കിട്ടി ഗായ്സ്. ഇതാണ് ഗായ്സ് പാറഞ്ഞി എന്ന് പറഞ്ഞ കിഴങ്ങ്. സാധനം നമ്മൾ പറിച്ചെടുത്തു. ഇത് കണ്ടോ, ഈ കിഴങ്ങിൻ്റെ പേര് പാറഞ്ഞി എന്ന് പറയും. ചിലർ പാറക്കിഴങ്ങെന്ന് പറയും, ഇതറിയാവുന്നൊരു പാറഞ്ഞി എന്ന് പറയും. ഇതിന് സാധനം വലിയ ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങാണ്. ഇതങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല. ഇത് കാട്ടുകിഴങ്ങല്ല കേട്ടോ, പാറഞ്ഞി എന്ന് പറയും. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഇതാ എത്ര മനോഹരമാണെന്ന് നോക്കി, ഒന്ന് ആസ്വദിക്കൂ. അപ്പോൾ നമ്മൾ ഭൂമിയിലെ ഒരു സ്വർഗ്ഗത്തിൽ വേണമെങ്കിൽ പറയാം, മുള്ളരിങ്ങാടിൻ്റെ ഒരു സ്വർഗ്ഗത്തിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരമായ സ്ഥലം നോക്കി. ഇത് മറ്റേത് സംസ്ഥാനത്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് നല്ല ടൂറിസ്റ്റ് കേന്ദ്രമായാണ്. ഇതിലും ചെറിയ സ്ഥലങ്ങളൊക്കെ എത്രയോ വികസിച്ച് പോയി. നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥ എന്നല്ല. ഇന്നല്ലെങ്കിൽ നാളെ ടൂറിസം വകുപ്പൊക്കെ ഇത് കണ്ണു തുറക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നൊരു പ്രതീക്ഷയോടെ വരും കാലങ്ങളിൽ യുവാക്കൾക്ക് ഇതൊരു പ്രതീക്ഷയുള്ള സ്ഥലമാണ്. മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.